നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരുന്ന ഒരു പ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഈ മാസം 25-ാം തീയതി മുതൽ ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി ഏകദേശം 1070 കോടി രൂപ സർക്കാർ അനുവദിച്ചതായാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് UDF നൽകിയ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പെൻഷൻ വിതരണം കൃത്യമായി നടത്തുമെന്നത്. ഇപ്പോൾ അധികാരത്തിനെത്തിയതിനു പിന്നാലെ തന്നെ സർക്കാർ എടുത്ത ഈ തീരുമാനം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ക്ഷേമ പെൻഷന്റെ വിശദാംശം നോക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസ പദ്ധതികളിലൊന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. പ്രായമായവർ, വിധവകൾ, ഭിന്നശേഷിക്കാർ, കർഷക തൊഴിലാളികൾ, അവിവാഹിതരായ സ്ത്രീകൾ തുടങ്ങി നിരവധി വിഭാഗങ്ങൾക്കാണ് സർക്കാർ പ്രതിമാസ ധനസഹായം നൽകുന്നത്. ഇത് വെറും ഒരു സഹായധനം മാത്രമല്ല, പല കുടുംബങ്ങൾക്കും ഇതാണ് പ്രധാന വരുമാനം. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കഴിയുന്ന മുതിർന്ന പൗരന്മാർക്ക് മരുന്ന് വാങ്ങാനും ഭക്ഷണം വാങ്ങാനും ഈ പെൻഷൻ നിർണായകമാണ്. അതിനാൽ പെൻഷൻ മുടങ്ങുമ്പോൾ ജനങ്ങളിൽ വലിയ പ്രതിഷേധം ഉയരുന്നത് സ്വാഭാവികമാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട വിഷയങ്ങളിലൊന്നായിരുന്നു പെൻഷൻ കുടിശ്ശിക. പല മാസങ്ങളിലായി പെൻഷൻ വിതരണം വൈകി, ചില സമയങ്ങളിൽ 2 മാസവും 3 മാസവും വരെ ആളുകൾ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് UDF ഇതിനെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടിയിരുന്നു. ജനങ്ങളുടെ അവകാശമായ പെൻഷൻ പോലും സമയത്ത് നൽകാൻ കഴിയുന്നില്ല എന്നായിരുന്നു പ്രധാന വിമർശനം. പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ പല വേദികളിലും ഇതിനെക്കുറിച്ച് ശക്തമായി പ്രതികരിച്ചിരുന്നു. പ്രായമായ ആളുകൾ ബാങ്കിന്റെ മുന്നിൽ കാത്തുനിൽക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി മാറിയിരുന്നു. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെ തന്നെ പെൻഷൻ വിതരണം സംബന്ധിച്ച അടിയന്തര തീരുമാനം എടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായക തീരുമാനമുണ്ടായത്. മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം 25-ാം തീയതി മുതൽ ആരംഭിക്കും. ഇതിനായി 1070 കോടി രൂപ അനുവദിച്ചതായും സർക്കാർ അറിയിച്ചു. ഇത് ജനങ്ങൾക്ക് ഒരു വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. തിരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്ന സന്ദേശം. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ ജനപ്രീതി നേടാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നത്. ഇത് സാധാരണ രാഷ്ട്രീയ ഭാഷയിൽ പറയുന്നത് ഹണിമൂൺ പീരീഡ് എന്നാണ്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ആദ്യ മാസങ്ങളിൽ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ആ സമയത്ത് ജനകീയ തീരുമാനങ്ങൾ എടുത്താൽ സർക്കാരിന് വലിയ പിന്തുണ ലഭിക്കും. അതിനാലാണ് പെൻഷൻ വിതരണം, സ്ത്രീകൾക്ക് സഹായ പദ്ധതികൾ, ക്ഷേമ പദ്ധതികളുടെ പുനഃസംഘടന, സർക്കാർ ഓഫീസുകളിൽ വേഗത്തിലുള്ള സേവനം ഇവയെല്ലാം സർക്കാർ മുൻഗണന നൽകുന്നത്. പെൻഷൻ വിതരണം സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതികരണങ്ങളാണ് വന്നത്. പലരും സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. സമയത്ത് പെൻഷൻ കിട്ടിയാൽ വലിയ ആശ്വാസമാണ് എന്ന് മുതിർന്ന പൗരന്മാർ പറയുന്നുണ്ട്. എന്നാൽ ചിലർ പറയുന്നത് മറ്റൊന്നാണ്. 1 മാസത്തെ പെൻഷൻ മാത്രം നൽകിയാൽ പോരാ, കുടിശ്ശികയും വേഗത്തിൽ നൽകണം എന്നാണ് അവരുടെ ആവശ്യം. അതായത് ജനങ്ങൾ ഇപ്പോൾ സർക്കാർ എന്ത് പറയുന്നു എന്നതിലല്ല, എന്ത് ചെയ്യുന്നു എന്നതാണ് ശ്രദ്ധിക്കുന്നത്. ജൂൺ 5-ാം തീയതിയാണ് പുതിയ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ കണ്ണുകളും ബഡ്ജറ്റിലേക്കാണ്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുമോ, കുടിശ്ശിക തീർക്കാനുള്ള പ്രത്യേക പദ്ധതി ഉണ്ടാകുമോ, പുതിയ ക്ഷേമ പദ്ധതികൾ വരുമോ, ഇവയാണ് പ്രധാന ചോദ്യങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം സാധ്യമാകും എന്നതാണ് കാണേണ്ടത്. എന്നാൽ ജനകീയ ബഡ്ജറ്റിനൊന്നും സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നില്ല. പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുക എളുപ്പമാണ്, പക്ഷേ അത് എല്ലാ മാസവും കൃത്യമായി നൽകുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കേരളം ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനമാണ്. കടബാധ്യത, വരുമാനക്കുറവ്, കേന്ദ്ര സർക്കാരുമായുള്ള സാമ്പത്തിക തർക്കങ്ങൾ എന്നിവ വലിയ പ്രശ്നങ്ങളാണ്. ഈ സാഹചര്യത്തിൽ ഓരോ മാസവും ആയിരക്കണക്കിന് കോടി രൂപ കണ്ടെത്തുക സർക്കാരിന് എളുപ്പമല്ല. അതുകൊണ്ട് സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം തുടർച്ചയായി നടപ്പാക്കാൻ കഴിയുമോ എന്നതാണ് എല്ലാവരും നോക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായക വിഷയമാണ്. കാരണം ഇത് നേരിട്ട് ബാധിക്കുന്നത് വലിയൊരു വോട്ടർ വിഭാഗത്തെയാണ്. മുതിർന്ന പൗരന്മാർ, സ്ത്രീകൾ, സാധാരണ തൊഴിലാളികൾ ഇവരാണ് തിരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നവർ. അതിനാൽ തന്നെ പെൻഷൻ വിതരണം ശരിയായ രീതിയിൽ നടപ്പായാൽ കഴിയുന്ന സർക്കാർ രാഷ്ട്രീയമായി കൂടുതൽ ശക്തമാകും. ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം തുടക്കം മാത്രമായിരിക്കും. അടുത്ത മാസങ്ങളിൽ കുടിശ്ശിക വിതരണം, പുതിയ ക്ഷേമ പദ്ധതികൾ, പെൻഷൻ വർധനവ്, ഡിജിറ്റൽ പരിശോധനാ സംവിധാനം, ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള വേഗത്തിലുള്ള ട്രാൻസ്ഫർ ഇതുപോലെയുള്ള മാറ്റങ്ങൾ വന്നേക്കാമെന്നാണ് സൂചനകൾ പറയുന്നത്. മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം 25-ാം തീയതി മുതൽ ആരംഭിക്കും. ഇതിനായി 1070 കോടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ജനകീയ തീരുമാനങ്ങളിലൂടെ മുന്നോട്ടു പോകാനാണ് വി.ഡി. സതീശൻ സർക്കാർ ശ്രമിക്കുന്നത്.
എന്നാൽ പ്രഖ്യാപനങ്ങൾ മാത്രം മതിയാകില്ല, അത് സ്ഥിരതയോടെ നടപ്പാക്കാനാകുമോ എന്നാണ് ഇനി ജനങ്ങൾ വിലയിരുത്തുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പുതിയ സർക്കാർ പെൻഷൻ വിതരണം കൃത്യമായി നടത്തുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതോ? കമന്റ് ചെയ്ത് അറിയിക്കുക. ഈ ഇൻഫോർമേഷൻ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് ഉടനടി അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.